ഓക്കെ, ശ്രീ റെജി ലൂക്കോസ്, എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ നടപടി ഉണ്ടാകാത്തത്, നിയമ നടപടി ഉണ്ടാകാത്തത്? ആഭ്യന്തര വകുപ്പ് കേൾക്കുന്നില്ലേ? കേരളത്തിന്റെ പോലീസ് കേൾക്കുന്നില്ലേ? കലാപാഹ്വാനം എന്ന വകുപ്പ് മറന്നുപോയോ? അല്ല മാധു, എനിക്ക് ആദ്യം പറയാനുള്ളത്, അതിലേക്ക് വരുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ നാട്, അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ അദ്ദേഹം പ്രവർത്തിച്ച സംഘടനയുടെ പേരും പറഞ്ഞുകൊണ്ട് അങ്ങേയറ്റം വിഷലിപ്തമായ രീതിയിലുള്ള ഒരു മറുപടി പറയുകയും അദ്ദേഹത്തിൻ്റെ കുറിച്ച് ആ പറഞ്ഞ അങ്ങേയറ്റം പ്രതിഷേധാർഹമായ വാക്കുകൾക്ക് അതിനെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തനോട് പോലും ധിക്കാരത്തിലൂടെ തട്ടിക്കേറിയ വെള്ളാപ്പള്ളി നടേശൻ കേരള പൊതുസമൂഹത്തിനൊരു അപമാനമാണ്, ബാധ്യതയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. 100% ഞാനിതിനു മുമ്പ് അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. ഒരു തർക്കമില്ല കാര്യത്തിൽ. റാഹിദ് റഷീദ് എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകൻ അദ്ദേഹം ഇന്നലെ ശിവഗിരിയിൽ വെച്ച് ഈ വെള്ളാപ്പള്ളി നടേശനോട് ചോദിച്ച ചോദ്യം എന്താണ്? അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം മൈക്ക് കൊണ്ട് അദ്ദേഹത്തിനെ ഉപദ്രവിക്കാൻ പോകുന്നില്ല. വളരെ കൃത്യമായ രീതിയിൽ അദ്ദേഹം കുറേ നാളുകളായിട്ട് പറയുന്ന ആ വിദ്യാഭ്യാസ മേഖലയായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എന്തായിരുന്നു? അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ ആൾ പറയുന്ന കാര്യങ്ങൾക്ക് CPM അതിൻ്റെ ബാധ്യത ഏറ്റെടുക്കത്തില്ല എന്നുള്ളത് കേരളത്തിന് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് ആവർത്തിച്ച് പറഞ്ഞു. അത് ഏറ്റെടുക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹം ഇരിക്കുന്ന കസേരയുടെ ഒരു ബഹുമാനമുണ്ട്. കാരണം അത് ശ്രീനാരായണ ഗുരുദേവൻ്റെ പാരമ്പര്യത്തിലുള്ള കസേരയാണ്. മഹാകവി കുമാരനാശാനൻ ഒരു ദശകത്തിലേറെ ഇരുന്ന കസേരയാണ്. അവിടെയാണ് പല മഹാന്മാക്കളും ഇരുന്ന കസേര. നവോത്ഥാന കേരളത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തൊരു സമൂഹം, ഇന്നും സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന സമൂഹം. ജാതി ചോദിക്കരുത്, പറയരുത്, മതമേതായാലും മനുഷ്യൻ നന്നായ മതിയെന്ന് കേരളത്തിനെ പഠിപ്പിച്ച, ലോകത്തിൻ്റെ പല യൂണിവേഴ്സിറ്റികളിൽ ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ വാക്കുകൾ നമ്മളെ മനസ്സിലാക്കി തന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുയായി ഇദ്ദേഹം ഇന്നും ആ കസേരയിലിരിക്കുന്നത് ഒരു അപമാനമാണെന്ന് ഇപ്പോൾ പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല. ഞാൻ തുറന്നു പറയാം. കാരണം നമ്മുടെ കേരളത്തിൽ, ഇപ്പോഴത്തെ കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് മതവും ജാതിയാണോ? ഒരു ചെറുപ്പക്കാരൻ, ഒരു മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം തീവ്രവാദിയാണ്, അദ്ദേഹം MSFൽ പ്രവർത്തിച്ച ആളാണ്, അദ്ദേഹം ഈരാറ്റുപേട്ടക്കാരനാണെന്ന് പറയുമ്പോൾ ഈരാറ്റുപേട്ട എന്താ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അപകടകരമായ തീവ്രവാദ മനുഷ്യനാണ് ഈരാറ്റുപേട്ട. എന്റെ നാടിന്റെ വെള്ളാപ്പള്ളി നടേശൻ എന്തു പറയുന്നു എന്നുള്ളത് നിരന്തരം കുറെ വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചതും ഈ ചർച്ചയുടെ തലക്കെട്ടിട്ടതിനും കാരണം ഒരാളിങ്ങനെ നിരന്തരം വർഗീയ വിദ്വേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ നാട്ടിലെ ഭരണ സംവിധാനം എന്തു നോക്കിയിരിക്കുകയാണ് എന്നാണ്. അല്ല, ഞാൻ അതിന് മറുപടി തരാം. ഒരു ഭരണ സംവിധാനം എന്തു നോക്കിയിരിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ തള്ളിക്കളഞ്ഞ ആ ഭരണ സംവിധാനത്തിന് ഉന്നതരായിട്ടുള്ള ആളുകളെ പോലും മൈൻഡ് ചെയ്യാതെ കണ്ട് ഇതേ ഇങ്ങനെ വിഷലിപ്തമായിട്ടുള്ള വർഗീയത പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന് നാവിന് വിരസിപ്പിടാൻ പറ്റും. നിങ്ങൾ പറഞ്ഞ നിയമ നടപടിയിലേക്ക് പോകത്ത രീതിയിലുള്ള കാര്യം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നിയമ നടപടിയിലേക്ക് പോകണം. ആ അഭിപ്രായക്കാരൻ തന്നെ, ഞാൻ ഒരു സംശയമില്ല കാര്യത്തിൽ. ഞാനതല്ലേ തുറന്നു പറഞ്ഞു. അതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്തത്. ഭരണകൂടത്തിന്റെ ഉന്നതിയിലിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശനെ ആലപ്പുഴ അദ്ദേഹത്തിന്റെ 30ാം വാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിനെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർ ഒന്നിച്ചിരുന്നുകൊണ്ട് ആദരിച്ച ആ ചടങ്ങിൽ വെച്ച് കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി താങ്കൾ വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം, വളരെ ശ്രദ്ധയോടെ വാക്കുകൾ ഉപയോഗിക്കാനുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് പ്രസംഗിച്ചത് സാധിക്കാത്ത തരത്തിലുള്ള സാമുദായിക ഇടപെടലുകൾക്ക് സാധ്യമായ ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന്. എപ്പോഴാണ് അദ്ദേഹത്തിന്റെ വിഖ്യാതമായ മലപ്പുറം പരാമർശത്തിന് ശേഷം നേരെ പോയി വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കുകയാണ് ചെയ്തത്. അതേ വേദിയിൽ വെച്ച്, അങ്ങുന്നയിച്ച അതേ വേദിയിൽ വെച്ച്. പിന്നെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ എന്ന് ഒരു സൗഹൃദ ഭാഷയിൽ പറഞ്ഞു. അതല്ല ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം. ആ നിലയ്ക്കല്ല ഈ തരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ ഭരണകൂടം ഇടപെടേണ്ടത്. പിന്നെ ഭരണകൂടം ഒരു വ്യക്തിയുമല്ല. അല്ല മാധു, അവിടെ പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ, വെള്ളാപ്പള്ളി നടേശൻ ഒരു വ്യക്തി ഈ സമീപകാലത്ത് വരുന്ന വർഗീയ വിഷയങ്ങൾക്ക് മുമ്പ് സരസനായ ഒരു വ്യക്തിയായിരുന്നു. ആ കാര്യത്തിൽ അനിൽ ബോസ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുക. ഞാൻ അദ്ദേഹത്തിന് ഒരു 6 വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോലും US ഒരു മാധ്യമത്തിന് വേണ്ടി ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇത് നോക്കൂ, ഈ ചർച്ചയിൽ ഇതുവരെ അനേകം വെള്ളാപ്പള്ളി സ്തുതികൾ ഞാൻ കേട്ടിരിക്കുന്നു. ഇത് നോക്കൂ, നമുക്ക് ഏറ്റവും അവസാനം ശ്രീനിവാസൻ ഒരു സിനിമയിൽ പറയുന്നത് പോലെ ഇതൊക്കെയാണ് എങ്കിലും എൻ്റെ അച്ഛൻ ഒരു ഉപദ്രവം വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെയാണ് പറയുന്നത്. അതായത് വെള്ളാപ്പള്ളി സ്തുതികൾ നിരവധി മണിക്കൂറുകൾ, സെന്റൻസുകൾ, പാരഗ്രാഫുകൾ ശേഷം അദ്ദേഹം പറഞ്ഞത് മോശമായി പോയി എന്ന നിലയ്ക്ക്. ഞാൻ ചോദിച്ചത് വെള്ളാപ്പള്ളി പറഞ്ഞതിനെ കുറിച്ചല്ല. ഞാൻ ചോദിച്ചത് ഒരാൾക്ക് നിരന്തരം ഒരു ബോധ്യവുമില്ലാതെ
കേരള സമൂഹത്തെക്കുറിച്ചോ അതിന്റെ സൗഹാർദ്ദ മനസ്ഥിതിയെക്കുറിച്ചോ ഒരു ബഹുമാനവുമില്ലാതെ നിരന്തരം ഇത്തരം പരാമർശങ്ങൾ നടത്താൻ, നിയമത്തെ പേടിക്കാതെ നടത്താൻ കഴിയുന്നത് എന്താണ് എന്നാണ്. അല്ല, ആ ചോദ്യം ഞാൻ കേട്ടിരുന്നു. അത് ന്യായമായ ചോദ്യമാണ്. ഞാൻ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. എനിക്കതിന് പറയുന്നതിന് യാതൊരു മടിയില്ല. ഞാൻ തുറന്നു പറഞ്ഞില്ല. അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ചാരി നിന്ന് സംസാരിക്കാൻ ഞാൻ അതിന് തയ്യാറാകത്തില്ല. എന്താ പറയുക, ആ മാനസികാവസ്ഥ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ. വെള്ളാപ്പള്ളിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് സർക്കാരിനെ കുറിച്ചാണ്. ശ്രീ റജി ലൂക്കോസ്, ഞാൻ ചോദിക്കുന്നത് സർക്കാരിനെ കുറിച്ചാണ്. അങ്ങ് പറഞ്ഞു പൊതുസമൂഹത്തിൽ ആ മനസ്ഥിതി അല്ല എന്ന്. പൊതുസമൂഹത്തിന്റെ മനസ്ഥിതിയും പൊതു മനസ്ഥിതിയും CPM ഉൾക്കൊള്ളുന്നുണ്ടോ? ഈ പറയുന്നത് തെറ്റായ പ്രവണതയാണ്, അതിനെതിരെ നടപടി വേണ്ടതാണ് എന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ പറയട്ടെ, വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല, വർഗീയ വിഷങ്ങൾ എന്താ പറയുക ബഹിർസ്മരിക്കുന്നതിൽ പല ആളുകളും കേരളത്തിൽ റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. അതൊന്നും നമ്മളെ സംബന്ധിച്ചോളം അത് ചെറിയ കാര്യങ്ങളല്ല, വലിയ കാര്യങ്ങൾ തന്നെയാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ അങ്ങേയറ്റം കേരളത്തിൽ കേൾക്കാൻ പാടില്ലാത്ത ചില വാക്കുകൾ ഒരു മാധ്യമപ്രവർത്തകരെ കുറിച്ച് പറഞ്ഞത് അത് വളരെയധികം തെറ്റാണ്. തെറ്റ് മാത്രമല്ല, ഒരു യുവാവിനെ, ഒരു മാധ്യമപ്രവർത്തകരെ ഇത് പിടിച്ചുപദേശിച്ചു വിടാനുള്ള തെറ്റല്ല. ഇത് തെറ്റായി പോയി കേട്ടോ എന്ന് സൗഹൃദ മനസ്സോടെ തിരുത്താനുള്ള തെറ്റല്ല. ഇത് ഒരാളെ തീവ്രവാദി എന്ന് വിളിക്കുന്നു. അയാളുടെ സ്ഥലം, അയാളുടെ രാഷ്ട്രീയ പ്രവർത്തനം നോക്കൂ. കേരളത്തിൽ MSF ഒരു നിരോധിത സംഘടനയാണോ? ഒരു തീവ്രവാദി പ്രസ്ഥാനമാണോ? എന്റെ അനുഭവം കൊണ്ട് പറയുകയാണ് എന്ന് പറഞ്ഞ് MSF-ൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആരാണെന്ന് അറിയാമോ എന്നാ ചോദിക്കുന്നത്. എവിടെയാണ് സ്ഥലം എന്നറിയാമോ എന്നാണ് ചോദിക്കുന്നത്. ഈ നിലയ്ക്ക് അപ്പോ നോക്കൂ, മുൻപ് മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞു ഇവിടെ മറ്റു സമുദായക്കാർക്ക് ശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായെന്ന്. അപ്പൊ അങ്ങനെ ഒരു സമുദായത്തിൽപ്പെട്ടവർ ഒരുപാടുള്ള ഇടങ്ങൾ ഒക്കെ, അവിടെയുള്ളവരൊക്കെ തീവ്രവാദികളാണ്, അവിടെയുള്ളവരൊക്കെ മറ്റുള്ളവരെ ശ്വാസം മുട്ടിക്കുന്നവരാണ് എന്ന തരത്തിൽ പരാമർശം നടത്തിയാൽ കലാപാഹ്വാനമാകുമോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. ശ്രീ റജി ലൂക്കോസ്. അല്ല, അതിന് ഒരു മറുപടി പറയാം. ഇപ്പൊ ഈരാറ്റുപേട്ടക്കാരനാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞ സ്ഥലം ഇദ്ദേഹത്തിന്റെ സംസാരത്തിലൂടെ തെളിയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് എന്താ? ഈരാറ്റുപേട്ട അങ്ങേയറ്റം വർഗീയവാദികളുടെ ഒരു നാടാണ്. ഈരാറ്റുപേട്ടക്കാരനാന്ന് പറയുമ്പോൾ അതുപോലെ അങ്ങനെ പറയാൻ ഈ മനുഷ്യനാരെ അവകാശം കൊടുത്തത്? ഞാൻ ഈ മനുഷ്യൻ അവകാശം കൊടുത്ത ആരാണെന്ന് എനിക്കറിയാമോ? നിരന്തരം വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടും ഒരു പോലീസുകാരനും തന്റെ വീട് തേടി ചെല്ലില്ല, ഒരു കലാപാഹനവും തന്റെ വീട്ടിലേക്ക് എത്തില്ല എന്ന ബോധ്യം ആ മനുഷ്യൻ അവകാശം കൊടുത്തത് ഈ നാട്ടിലെ നിയമം നോക്കുകുത്തിയായി നിൽക്കും എന്ന ഉറച്ച ബോധ്യം, അതിന് ഉത്തരവാദി ആരാണെന്നാണ് ശ്രീ റജി ലൂക്കോസ് ഞാൻ കുറെ നേരമായി അങ്ങോട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ വരാം അങ്ങിലേക്ക്.